Hello all. Cbse class 8ന്റെ സയൻസിലുള്ള സെക്കൻഡ് ചാപ്റ്റർ ആയ മൈക്രോ ഓർഗാനിസം സ്പ്രെഡ് ആൻഡ് ഫ്ലോ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ നോക്കുന്നത്. ഇതിന്റെ തേർഡ് പാർട്ട് വീഡിയോ ആണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഹാംഫുൾ മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുന്ന ടോപ്പിക് ആണ്. സോ നമ്മൾ ഇതുവരെ പഠിച്ചതിൽ മൈക്രോ ഓർഗാനിസംസ്, ഫ്രണ്ട്ലി ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ്, മനുഷ്യരെ സപ്പോർട്ട് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസത്തിനെ കുറിച്ചിട്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത്. അപ്പൊ ഈ വീഡിയോയിൽ എന്താ പഠിക്കാൻ പോണേ, എങ്ങനെയാണ് മൈക്രോ ഓർഗാനിസംസ് നമ്മളെ ദ്രോഹിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന് മുമ്പ് ഞാൻ ഒന്നുകൂടി പറഞ്ഞോട്ടെ, ഈ വീഡിയോസ് എല്ലാം ഉണ്ടാക്കുന്നത് തിരുവനന്തപുരത്തെ മണക്കാടുള്ള നളന്ദ സെന്ററിന്റെ കീഴിലാണ്. ഇവിടെ ക്ലാസ് 10th സയൻസിനും അതേപോലെ 11th and 12th ബയോളജി ആൻഡ് കെമിസ്ട്രി ക്ലാസ്സസ് നടത്തുന്നുണ്ട്. ഇവിടെ അഡ്മിഷൻസിനായിട്ട് ഞങ്ങൾ വിളിക്കേണ്ട നമ്പർ 9895644616. അപ്പോൾ മൈക്രോ ഓർഗാനിസംസ് നമ്മൾ എങ്ങനെയൊക്കെയാണ് ദ്രോഹിക്കുന്നത്? മൈക്രോ ഓർഗാനിസംസ് ദ്രോഹിക്കുന്നതിനെ പറ്റി നമുക്ക് രണ്ട് രീതികളാണ് പഠിക്കേണ്ടത്. ഒന്ന്, നമുക്ക് അസുഖം ഉണ്ടാക്കും. രണ്ട്, നമ്മുടെ ഫുഡ് എല്ലാം നശിപ്പിക്കും. ഓക്കെ, അപ്പൊ ഡിസീസ്, അതേപോലെ തന്നെ ഫുഡിനെ നശിപ്പിക്കുന്നത്. ഓക്കെ, ഫുഡ് സ്പോയിലിംഗ്, അങ്ങനെ രണ്ട് രീതി. അപ്പൊ ഡിസീസ് ആർക്കൊക്കെയാണ് ഉണ്ടാക്കുന്നത്? ഹ്യൂമൻസിനുണ്ട്, പ്ലാന്റ്സിനുണ്ട്, അനിമൽസിനുണ്ട്, എല്ലാവർക്കും ഡിസീസ് ഉണ്ടാക്കുന്നത് മൈക്രോ ഓർഗാനിസംസ് ഡിസീസ് ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ ഫുഡ് എല്ലാം നശിപ്പിച്ച് കളയുന്നത് മൈക്രോ ഓർഗാനിസംസ് ആണ്. അപ്പോൾ മൈക്രോ ഓർഗാനിസംസ് ഇറ്റ് ക്യാൻ കോസ് ഡിസീസസ്. മൈക്രോ ഓർഗാനിസം ക്യാൻ കോസ് ഡിസീസസ് ടു ആർക്കൊക്കെയാണ്? അനിമൽസിന് കോസ് ചെയ്യാം, പ്ലാന്റ്സിന് കോസ് ചെയ്യാം, ഹ്യൂമൻ ബീങ്സിന് കോസ് ചെയ്യാം. അങ്ങനെ ഡിസീസ് ഉണ്ടാക്കുന്ന മൈക്രോ ഓർഗാനിസത്തിന് നമ്മൾ പറയുന്ന പേരാണ് പാത്തജൻസ്. പാത്തജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാത്തജൻസ് ആർ ഡിസീസ് കോസിംഗ് മൈക്രോ ഓർഗാനിസംസ്. ദേ കോസ് ഡിസീസസ് ടു ആനിമൽസ്, പ്ലാന്റ്സ്, ഹ്യൂമൻസ്, അങ്ങനെ എല്ലാവർക്കും അവർ ഡിസീസ് ഉണ്ടാക്കും. അതേപോലെ പാത്തജൻസ് എന്ന് പറഞ്ഞ ചില മൈക്രോ ഓർഗാനിസംസ് എന്ത് ചെയ്യും? ചില മൈക്രോ ഓർഗാനിസംസ് ഫുഡ് നശിപ്പിക്കും. അതേപോലെ തന്നെ ക്ലോത്ത്സ്, തുണികളിൽ കരിമ്പൻ അടിക്കാന്ന് കേട്ടിട്ടില്ലേ? അതും ഈ പറയുന്ന പോലെ മൈക്രോ ഓർഗാനിസം തന്നെയാണ്. അതേപോലെ ലെതർ ഒക്കെ നശിപ്പിച്ച് കളയുന്നതും പാത്തജൻസ് തന്നെയാണ്. ഇതേപോലത്തെ മൈക്രോ ഓർഗാനിസംസ് ആണ്. വേറെ ചില മൈക്രോ ഓർഗാനിസം, പാത്തജൻസ് അല്ല, മൈക്രോ ഓർഗാനിസംസ് ആണ്. ഡിസീസ് കോസിംഗ് മൈക്രോ ഓർഗാനിസത്തിന്റെ പേരാണ് പാത്തജൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിനി ഡിസീസ് കോസിംഗ് മൈക്രോ ഓർഗാനിസത്തിനെ കുറിച്ചിട്ട് കൂടുതൽ പഠിക്കാം. അപ്പൊ ഈ പാത്തജൻസ് എന്ന് പറയുന്ന മൈക്രോ ഓർഗാനിസംസ് ഉണ്ടല്ലോ, അതെങ്ങനെയാ നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്നത് എന്നുള്ളതാണ് പഠിക്കേണ്ടത്. അപ്പൊ അതെങ്ങനെയാ കയറുന്നത്? നമുക്ക് ചുറ്റും എയറിൽ കുറെ മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്, വെള്ളം കുടിക്കുമ്പോൾ അതിൽ മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്, കണ്ടാമിനേറ്റഡ് ഫുഡ്, കേടായ ഭക്ഷണം കഴിക്കുമ്പോൾ മൈക്രോ ഓർഗാനിസംസ് ഉള്ളിൽ കയറും. അതല്ല ഇപ്പൊ ചിക്കൻ പോക്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ പോയി നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ, അതായത് ഡയറക്റ്റ് കോണ്ടാക്ട് വഴി നമ്മുടെ ഉള്ളിലേക്ക് കയറാം. അതേപോലെ വെക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ പട്ടി കടിക്കുമ്പോഴത്തേക്കും പട്ടിയുടെ ഉള്ളിൽ റാബീസ് എന്ന് പറയുന്ന റാബീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ റാബീസിന്റെ വൈറസ്, ആ റാബീസിന്റെ മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് കയറാം. അപ്പൊ പട്ടി വഴി നമ്മുടെ ഉള്ളിലേക്ക് മൈക്രോ ഓർഗാനിസം കയറി, അല്ലെങ്കിൽ കൊതുക് വഴി മൈക്രോ ഓർഗാനിസം നമ്മുടെ ഉള്ളിലേക്ക് കയറി. അങ്ങനെ മൈക്രോ ഓർഗാനിസം വേറൊരു ജീവി വഴി നമ്മുടെ ഉള്ളിലേക്ക് കയറി എന്ന് വിചാരിച്ചോ, ആ ജീവികളെ പറയുന്ന പേരാണ് വെക്ടർ. അപ്പൊ കൊതുക് കാരണം നമുക്ക് കുറെ അസുഖം വരും, പക്ഷെ കൊതുക് അല്ല അസുഖം ഉണ്ടാക്കണം. കൊതുകിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന മൈക്രോ ഓർഗാനിസം ആണ് ആ അസുഖം ഉണ്ടാക്കുന്നത്. പക്ഷെ കൊതുക് ആണ് ആ മൈക്രോ ഓർഗാനിസത്തിനെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിച്ചത്. അങ്ങനെ ആ വേറൊരു ഓർഗാനിസം കാരണം നമുക്ക് വന്നു. അത് കാരണം അതിനെ പറയുന്ന പേരാണ് വെക്ടർ. വെക്ടേഴ്സ് ആർ ദോസ് ഓർഗാനിസംസ് വിച്ച് ട്രാൻസ്മിറ്റ് ദ മൈക്രോബ് ടു അവർ ബോഡി. വെക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചില ജീവികളുണ്ട്, ആ ജീവികള് മൈക്രോ ഓർഗാനിസത്തിനെ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് കയറ്റും. അങ്ങനത്തെ ജീവികളെ നമ്മൾ പറയുന്നതാണ് വെക്ടേഴ്സ്. അപ്പൊ ഈ പറയുന്നത് പോലെ ഡോഗ്സ്, പെറ്റ് ആനിമൽസ് വെക്ടേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. കൊതുക് ഭയങ്കര വലിയൊരു വെക്ടർ ആണ്. മോസ്കിറ്റോ, നമ്മൾ അതിനെ കുറിച്ച് കൂടുതൽ പഠിക്കും. അതേപോലെ ഹൗസ് ഫ്ലൈ, ഈച്ചയൊക്കെ ഭയങ്കര വലിയ ഈച്ച വെക്ടർ അല്ല, മറിച്ച് മൊസ്കിറ്റോ വെക്ടർ ആണ്. മൊസ്കിറ്റോ കാരണം നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. മൊസ്കിറ്റോ വലിയൊരു വെക്ടർ തന്നെയാണ്. കുറെ അസുഖങ്ങൾ മൊസ്കിറ്റോസ് കാരണം ഉണ്ടാകും എന്ന് പറയാം. അപ്പൊ ഇപ്പൊ ഡിസീസ് തന്നെ ഉണ്ടല്ലോ, കമ്മ്യൂണിക്കബിൾ ഡിസീസും ഉണ്ട്, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. കമ്മ്യൂണിക്കബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പകരുന്ന അസുഖങ്ങളെയാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത്. അപ്പൊ അതിപ്പോ ഈ പറയുന്ന പോലെ ജലദോഷം, നമ്മൾ ജലദോഷം ഉള്ള ആൾക്കാരുടെ അടുത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്കും ജലദോഷം വരും അല്ലെ? ഡിസീസ് വിച്ച് ആർ ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ, അത് അങ്ങനത്തെ ഡിസീസിനെയാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയാം. അത് എന്തൊക്കെയാ? ഇപ്പൊ കോളറ ഉണ്ട്, കോമൺ കോൾഡ്, ജലദോഷം. അതേപോലെ ചിക്കൻ പോക്സ് ഉള്ള ആളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ പോക്സ് വരും.
ട്യൂബർകുലോസിസ് ഒക്കെ കമ്മ്യൂണിക്കബിൾ ഡിസീസാണ്. അതേസമയം പകരാത്ത അസുഖമാണ് വിച്ച് കെൻ നോട്ട് ബി ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. അതിന്റെ എക്സാമ്പിൾ എന്താ? ഇപ്പൊ ക്യാൻസർ, അതേപോലെ തന്നെ ഇപ്പൊ ക്യാൻസർ അല്ലാതെ ഇപ്പൊ തലവേദന ഉണ്ടെന്ന് വിചാരിച്ചോളൂ, അങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഇല്ല, ചെറിയ അസുഖങ്ങളൊക്കെ ഇല്ല, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ കാറ്റഗറിയിലായിരിക്കും. ഇപ്പൊ BP, ബ്ലഡ് പ്രഷർ വരുന്നത്, ഷുഗർ വരുന്നത്, ഡയബറ്റിസ്, ഷുഗർ എന്നല്ല പറയാ, ഡയബറ്റിസ് ഒക്കെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ്. ഓക്കെ, അപ്പൊ ഈ കോമൺ കോൾഡ് ഒക്കെ എങ്ങനെയാണ് സ്പ്രെഡ് ആവുന്നത്? ഇപ്പൊ കോമൺ കോൾഡ് തന്നെ നോക്കി കഴിഞ്ഞാൽ വൈറസ് കാരണമാണ് കോമൺ കോൾഡ് ഉണ്ടാവുന്നത്. ഇപ്പൊ കോമൺ കോൾഡ്, അതായത് ജലദോഷം ഉള്ള ആള് തുമ്മി എന്ന് വിചാരിച്ചോ, വെൻ ഹി സ്നീസസ് വാട്ട് ഹാപ്പൻസ്, അദ്ദേഹത്തിന്റെ മുഖത്ത് നിന്ന് അല്ലെങ്കിൽ അയാളുടെ മുഖത്ത് നിന്നും മൂക്കുന്നും കുറേ എന്താ പറയാ കുഞ്ഞു ഡ്രോപ്ലെറ്റ്സ് വീഴും അല്ലെ, കുഞ്ഞു ഫൈൻ ഡ്രോപ്ലെറ്റ്സ് ഓഫ് മോയിസ്ചർ വീഴും. അതിൽ കഫം ഉണ്ടാവും, വെള്ളം ഉണ്ടാവും, തുപ്പലുണ്ടാവും, എല്ലാ സാധനങ്ങളും ഉണ്ടാവും. കുറേ കുഞ്ഞു ഫൈൻ ഡ്രോപ്ലെറ്റ്സ് ഓഫ് മോയിസ്ചർ കംസ് ഔട്ട് വെൻ ദ പേഴ്സൺ സ്നീസസ്, തുമ്മുമ്പോൾ. ഈ ഡ്രോപ്ലെറ്റ്സിൽ ഉണ്ടല്ലോ തൗസൻഡ്സ് ഓഫ് വൈറസസ് ഉണ്ടാവും. ഈ വൈറസ് എയറിൽ അങ്ങനെ സ്പ്രെഡ് ആവും. അപ്പൊ ഈ വൈറസ് ഉള്ള എയർ നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? ഈ വൈറസ് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് കയറും, എന്നിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാവും. ഇതേപോലെയാണ് കൊറോണ വൈറസും സ്പ്രെഡ് ആവണേ അല്ലെ. എപ്പോഴും നമ്മളിപ്പോ ടിവിയിൽ കാണുന്നുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ കോൾഡ് ഉള്ള ആള് സ്നീസ് ചെയ്യുമ്പോഴത്തേക്കും ഫൈൻ ഡ്രോപ്ലെറ്റ്സ് ഓഫ് മോയിസ്ചർ ക്യാരിങ് തൗസൻഡ്സ് ഓഫ് വൈറസ് ഇറ്റ് സ്പ്രെഡ്സ് ഇൻ ടു ദ എയർ. എന്നിട്ട് എന്ത് സംഭവിക്കും? വൈറസ് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ആളാണെങ്കിൽ പോലും അയാള് ഈ എയർ ശ്വസിക്കുമ്പോൾ വൈറസ് ക്യാൻ എൻറ്റർ ദ ബോഡി ഓഫ് ദ ഹെൽത്തി പേഴ്സൺ when he breathes in this air അല്ലെ. when the person breathes in, when person breathes in this air, വൈറസ് ക്യാൻ എൻറ്റർ ദ ബോഡി ഓഫ് ദ ഹെൽത്തി പേഴ്സൺ, എന്നിട്ട് നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാക്കാം. അപ്പൊ മനസ്സിലായോ കോമൺ കോൾഡ് പോലത്തെ എങ്ങനെയാ സ്പ്രെഡ് ആവണേന്ന്? അതേസമയം വെക്ടേഴ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ചില ഡിസീസസ് ഉണ്ടല്ലോ വെക്ടേഴ്സ് വഴി വരും. അപ്പൊ വെക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ചില ഇൻസെക്ട്സ് ഉണ്ട്. ഇപ്പൊ ഏറ്റവും വലിയ എക്സാമ്പിൾ ഓഫ് വെക്ടർ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ? മൊസ്കിറ്റോ ആണ്. മൊസ്കിറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ കൊതുകുകളാണ് ഏറ്റവും വലിയ വെക്ടേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അവര് എന്താ ചെയ്യണം? ഇപ്പൊ അനോഫിലസ് മൊസ്കിറ്റോ എന്ന് പറഞ്ഞിട്ട് ഒരു കാറ്റഗറി ഉണ്ട്. മൊസ്കിറ്റോ തന്നെ, കൊതുക് തന്നെ പല കാറ്റഗറീസ് ഉണ്ട് കേട്ടോ. അനോഫിലസ് മൊസ്കിറ്റോന്റെ ശരീരത്തിന്റെ ഉള്ളിലുണ്ടല്ലോ ഒരു മൈക്രോബ് ഉണ്ട്, ഒരു പാരസൈറ്റ് ഉണ്ട്. ആ പാരസൈറ്റ് എന്ന് പറയുന്നത് പ്ലാസ്മോഡിയം എന്ന് പറയുന്ന ഒരു പാരസൈറ്റ് ഉണ്ട്. അപ്പൊ ആ പ്ലാസ്മോഡിയം ഈ അനോഫിലസ് മൊസ്കിറ്റോ വന്നിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് കടിക്കുമ്പോഴത്തേക്കും ഈ പ്ലാസ്മോഡിയം നമ്മുടെ ശരീരത്തിൽ കയറും, എന്നിട്ട് അത് മലേറിയ ഉണ്ടാക്കും. സോ അനോഫിലസ് മൊസ്കിറ്റോന്റെ ശരീരത്തിൽ ഇറ്റ് ക്യാരീസ് എ പാരസൈറ്റ് പ്ലാസ്മോഡിയം ആണ് നമുക്ക് മലേറിയ ഉണ്ടാക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അനോഫിലസ് മൊസ്കിറ്റോ ഈസ് എ കാരിയർ ഓഫ് അല്ലെങ്കിൽ ഈസ് എ വെക്ടർ ഓഫ് പ്ലാസ്മോഡിയം ആൻഡ് പ്ലാസ്മോഡിയം കോസസ് മലേറിയ. അതേപോലെ എയ്ഡിസ് മൊസ്കിറ്റോ എന്ന് പറഞ്ഞിട്ട് വേറൊരു കാറ്റഗറി ഓഫ് മൊസ്കിറ്റോ ഉണ്ട്. എയ്ഡിസ് മൊസ്കിറ്റോ ആണ് ഡെങ്കി ഫീവർ ഉണ്ടാക്കുന്ന പാത്തജനെ നമ്മുടെ ശരീരത്തിൽ കൊണ്ട് എത്തിക്കുന്നത്. Aedes mosquito is a carrier of dengue virus. അതേസമയം Anopheles mosquito is a carrier of plasmodium. ഓക്കെ, കണ്ടോ? അനോഫിലസിന് P ഉണ്ട്, എയ്ഡിസിന് D ഉണ്ട്, ഡെങ്കിക്ക് D ഉണ്ട്. അനോഫിലസിന് P ഉണ്ട്, പ്ലാസ്മോഡിയത്തിന് P ഉണ്ട്. ഓക്കെ, അനോഫിലസിന് പ്ലാസ്മോഡിയം ഉണ്ടാക്കും. Anopheles mosquito is a carrier of plasmodium which causes malaria. Aedes is a carrier of virus which causes dengue fever. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് ഈ മൊസ്കിറ്റോനൊക്കെ വളരാതിരിക്കാൻ നമ്മൾ എല്ലാ ഫെസിലിറ്റീസും അങ്ങനെ നല്ല ക്ലീൻ ആയിട്ട് ഉണ്ടാക്കണം നമ്മുടെ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ എന്താ ചിരട്ടയൊക്കെ പുറത്തിടുമ്പോഴത്തേക്കും അതിലൊക്കെ വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളത്തിലാണ് മൊസ്കിറ്റോ എപ്പോഴും വളരുന്നത്. സോ വി ഹാവ് ടു കീപ് അവർ എൻവയോൺമെന്റ് വെരി വെരി ക്ലീൻ ആൻഡ് വി ഷുഡ് നോട്ട് ലെറ്റ് വാട്ടർ എന്താ പറയാ അങ്ങനെ വെള്ളത്തിൽ നിന്നിട്ട് വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കാനായിട്ട് വാട്ടറിന് ഇങ്ങനെ കളക്ട് ചെയ്യാനായിട്ട് വിടാൻ പാടില്ല എന്ന് പറയാം. അതേപോലെ ഹൗസ് ഫ്ലൈസും കുറേ ഇതിനെ കാരിയർ ആയിട്ട് ആക്ട് ചെയ്യും കേട്ടോ, കുറേ ഡിസീസസിന്. ഹൗസ് ഫ്ലൈ ശരീരത്തിന്റെ ഉള്ളിലല്ല, നമ്മളെ കടിക്കില്ല അല്ലെ. അപ്പൊ ഈ ഹൗസ് ഫ്ലൈ എങ്ങനെയാണ് നമ്മുടെ അസുഖം പരത്തണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ അനോഫിലസ് മൊസ്കിറ്റോ, ഏഡിസ് മൊസ്കിറ്റോ ഒക്കെ അത് നമ്മളെ കടിക്കുമ്പോഴത്തേക്കും അത് നമ്മളെ കടിച്ച് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് കുറച്ച് സലൈവ വഴി കുറച്ച് യൂറിൻ വഴി ഒക്കെയാണ്
നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് ഈ പാത്തജൻസിനെ കടത്തിവിടുന്നത്. പക്ഷെ ഹൗസ് ഫ്ലൈസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇതിന് കടിക്കില്ല, നമ്മളെ കടിക്കില്ല. അപ്പൊ എങ്ങനെയാ അത് അസുഖം വരുത്തണ വെച്ച് കഴിഞ്ഞാൽ, ഈ ഹൗസ് ഫ്ലൈ ഉണ്ടല്ലോ, ഈ ഗാർബേജിലൊക്കെ, അതായത് വേസ്റ്റിൽ പോയിട്ട് ഇരിക്കും, അതേപോലെ തന്നെ അനിമൽസിന്റെ എക്സ്ക്രീറ്റയിലൊക്കെ ഒക്കെ പോയിട്ട് ഇരിക്കും. അപ്പൊ അതിന്റെ ഉള്ളിലൊക്കെ കുറെ മൈക്രോബ്സ് ഉണ്ടാവും. ആ മൈക്രോബ്സ് എല്ലാം ഹൗസ് ഫ്ലൈയുടെ കാലുകളിലും കാലുകളിലൊക്കെ പോയിട്ട്, കാലിലും ചിറകിലും ഒക്കെ പോയിട്ട് അതിൽ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ ഒട്ടിപ്പിടിക്കും. മൈക്രോബ്സ് എല്ലാം ഇതിൽ ഒട്ടിപ്പിടിക്കും. അങ്ങനെ ഈ ഒട്ടിപ്പിടിച്ചതിന് ശേഷം ഈ ഹൗസ് ഫ്ലൈ എന്ത് ചെയ്യും? തുറന്നു വെച്ചേക്കണ ഭക്ഷണത്തിൽ പോയിട്ട് വന്നിരിക്കും. അപ്പൊ ഈ ഭക്ഷണത്തിലേക്ക് ഈ മൈക്രോബ്സ് എല്ലാം ട്രാൻസ്മിറ്റഡ് ആവും. എന്നിട്ട് ഈ ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോഴേക്കും ഈ മൈക്രോബ്സ് മനുഷ്യ ശരീരത്തിന്റെ ഉള്ളിലേക്ക് വന്നിട്ട് നമുക്ക് അസുഖം വരും. മനസ്സിലായോ? അപ്പൊ ഈ ചെളിയിലും ബാക്കി വേസ്റ്റിലും അനിമൽ എക്സ്ക്രീറ്റയിലും ഒക്കെ പോയിട്ട് ഫ്ലൈസ് ഇരുന്നിട്ട് ഈ മൈക്രോബ്സ് കാലിൽ ഒട്ടിപ്പിടിക്കും. അത് കഴിഞ്ഞിട്ട് അത് വന്നിട്ട് ഭക്ഷണത്തിൽ ഇരുന്നിട്ട് ആ ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോഴാണ് മൈക്രോബ്സ് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് കയറുന്നത്. സോ ഇങ്ങനെയാണ് അസുഖങ്ങളൊക്കെ നമുക്ക് ട്രാൻസ്മിറ്റ് ആവണം എന്ന് പറഞ്ഞിട്ട് പറയാം. അപ്പൊ എന്തുകൊണ്ടാ ഇനി ഇതിൽ ലാസ്റ്റ് പറഞ്ഞേക്കണത് കണ്ടോ, എന്തുകൊണ്ടാ മസ്കിറ്റോസ് ബ്രീഡ് ആവാതിരിക്കാനാണ് വെള്ളമൊക്കെ കെട്ടിക്കിടക്കാതെ നമ്മള് ചുറ്റുപാടുകളും സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് പറയണേ. ഇപ്പോഴും നമ്മുടെ കോർപ്പറേഷനൊക്കെ ആൾക്കാർ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്താ പറയാ, നമ്മളെ ഡിസ്ഇൻഫെക്റ്റന്റ് ഒക്കെ അടിച്ചിട്ട് പോകും അല്ലെ, മൊസ്കിറ്റോസിനൊക്കെ കൊല്ലാനൊക്കെ ഉള്ള പരിപാടികളൊക്കെ ചെയ്തിട്ട് പോകും. എല്ലായിടത്തും ചെക്ക് ചെയ്യും വെള്ളം കെട്ടിക്കിടക്കണത്. കാരണം ഭയങ്കര വലിയ ഡിസീസസ് ആണ് ശരിക്കും ഈ മൊസ്കിറ്റോസ് കാരണം ഉണ്ടാവണമെന്ന് പറയാം. ഇനി ഒരു ടേബിൾ തന്നിട്ടുണ്ട്, എന്തൊക്കെയാണ് കോമൺ ആയിട്ടുള്ള ഹ്യൂമൻ ഡിസീസസ് നമ്മുടെ മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാക്കണേന്ന്. അപ്പൊ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ട്യൂബർകുലോസിസ്, മീസിൽസ്, ചിക്കൻ പോക്സ്, പോളിയോ, ഇതെല്ലാം എയർ വഴി സ്പ്രെഡ് ആവുന്ന സംഭവങ്ങളാണ്. അപ്പൊ ട്യൂബർകുലോസിസ് എന്ന് പറയുന്നത് ഭയങ്കര ചുമയാണ്. അപ്പൊ ചുമയുടെ ഡ്രോപ്ലെറ്റ്സ് വഴിയായിരിക്കും ഉണ്ടാവുന്നത്, എയർ വഴി സ്പ്രെഡ് ആവും. മീസിൽസ് എയർ വഴി സ്പ്രെഡ് ആവും, ചിക്കൻ പോക്സും എയർ വഴി. അപ്പൊ അടുത്ത് പോയി കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം ഈ സംഭവങ്ങൾ കിട്ടും, മീസിൽസും ചിക്കൻ പോക്സും. അതേപോലെ പോളിയോയും എയർ വഴി സ്പ്രെഡ് ആവും. അതേപോലെ ചിക്കൻ പോക്സും പോളിയോയും നോക്കിക്കഴിഞ്ഞാൽ ചിക്കൻ പോക്സ് എസ്പെഷ്യലി കോൺടാക്ട് വഴി നമ്മൾ പോയി തൊട്ട് കഴിഞ്ഞാൽ കൂടുതൽ വരികയും ചെയ്യും. പോളിയോ എന്ന് പറയുന്നത് എയറും വാട്ടറും വഴി സ്പ്രെഡ് ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനത്തെ സംഭവം, അതായത് TB ആണെങ്കിലും മീസിൽസ്, ചിക്കൻ പോക്സ്, പോളിയോ ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെ വരുന്ന പേഷ്യൻസിനെ നമ്മൾ കംപ്ലീറ്റ് ഐസൊലേഷനിൽ വെക്കണം. അവരുടെ സാധനങ്ങളൊക്കെ ബാക്കിയുള്ളവർ തൊടാതെ നമ്മൾ സൂക്ഷിക്കണം. മാത്രമല്ല ഇങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഉണ്ടല്ലോ, ഈ സംഭവങ്ങളെല്ലാം കറക്റ്റ് വാക്സിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ, കറക്റ്റ് ഏജിൽ വാക്സിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ അസുഖങ്ങൾ വരാതെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അതേസമയം കോളറയും ടൈഫോയിഡും രണ്ടും ബാക്ടീരിയ കാരണം ഉണ്ടാവുന്ന ഡിസീസാണ്. കോളറ നോക്കിയാൽ വെള്ളം വഴിയും ഫുഡ് വഴിയുമാണ് പകരുന്നത്. അതേസമയം ടൈഫോയിഡ് വെള്ളം വഴിയാണ് പകരുന്നത്. അപ്പൊ ഇത് നമ്മൾ ക്ലീൻ ആയിട്ട്, നമ്മൾ അത്യാവശ്യം ജീവിച്ചു കഴിഞ്ഞാൽ ക്ലീൻ ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ അസുഖങ്ങൾ വരാതെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഒന്ന് പേഴ്സണൽ ഹൈജീൻ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അതേ നല്ല സാനിറ്ററി, കൈ കഴുകണം, നല്ലോണം കുളിക്കണം, അങ്ങനെ സാനിറ്ററി ഹാബിറ്റ്സ് പ്രോപ്പർ ആയിട്ടുണ്ടെങ്കിൽ നല്ല വസ്ത്രങ്ങൾ ധരിക്കണം. അതേപോലെ നല്ല തിളപ്പിച്ച ഭക്ഷണം, നല്ലോണം കുക്ക് ചെയ്തേക്കണം, നല്ല തിളപ്പിച്ച വെള്ളം, അതേപോലെ നല്ലോണം കുക്ക് ചെയ്തേക്കണം ഭക്ഷണം ഒക്കെയാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ കോളറ, ടൈഫോയിഡ് പോലത്തെ അസുഖങ്ങൾ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും എന്ന് പറയാം. അപ്പൊ ഇതിൽ തന്നെ ഇപ്പൊ വാക്സിനേഷൻസും അവൈലബിൾ ആണ്. അപ്പൊ അത് പ്രോപ്പർ ആയിട്ട് വാക്സിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ അസുഖങ്ങൾ വരില്ല. ഹെപ്പറ്റൈറ്റിസ് എനും ഈ പറയുന്ന പോലെ വാക്സിനേഷൻ ഉണ്ട്. ഇത് വെള്ളം വഴിയാണ് സ്പ്രെഡ് ആവുന്നത്. സ്ലം ഏരിയസിലൊക്കെ ഭയങ്കര കൂടുതലായിരുന്നു പണ്ട് ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നത്. വൈറൽ ആയിട്ടുള്ള ഡിസീസ് ആണ്. അതേപോലെ തന്നെ ഇതും പ്രോപ്പർ ആയിട്ട് വെള്ളം നല്ലോണം തിളപ്പിച്ചു കഴിഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് എ പോലത്തെ അസുഖങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇനി മലേറിയ നോക്കിക്കഴിഞ്ഞാൽ മലേറിയ പ്രോട്ടോസോവ ആണ് ഉണ്ടാക്കണത്. മലേറിയ എന്ന് പറയുന്നത് ഒരു പ്രോട്ടോസോവൻ ആണ് ഉണ്ടാക്കുന്നത്. മോസ്കിറ്റോ വഴിയാണ് ഇത് ട്രാൻസ്മിറ്റ് ആകുന്നത്. നമ്മൾ ഇപ്പൊ ഇത്തിരി കണ്ടുള്ളൂ പ്ലാസ്മോഡിയം എന്ന് പറയുന്ന പ്ലാസ്മോഡിയം എന്ന് പറയുന്നത് പ്രോട്ടോസോവൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ മസ്കിറ്റോ നെറ്റ് യൂസ് ചെയ്തിട്ട്, റിപ്പലൻസ് യൂസ് ചെയ്തിട്ട്, അതേപോലെ തന്നെ ഇൻസെക്ടിസൈഡ് നമ്മളിപ്പോ പറഞ്ഞില്ലേ, കോർപ്പറേഷൻ ആൾക്കാർ വന്നിട്ട് ഇൻസെക്ടിസൈഡ് ഒക്കെ നമ്മൾ തളിക്കും. അതേപോലെ നമ്മുടെ മോസ്കിറ്റോനെ പെറ്റ് വളർത്താനുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല. വെള്ളമൊക്കെ കറക്റ്റ് സമയത്ത് കളയണം. അങ്ങനെയാണെങ്കിൽ മലേറിയ പോലത്തെ അസുഖങ്ങൾ വരില്ല.
അപ്പൊ ഇതിൽ നോക്കിയേ, ട്യൂബർകുലോസിസ്, കോളറ, ടൈഫോയിഡ്, ഇത് ഇത്രയും സാധനങ്ങൾ, ഈ 3 ബാക്ടീരിയ കാരണം ഉണ്ടായത്. TB, കോളറ, ടൈഫോയിഡ്, ഇത് 3 ബാക്ടീരിയ കാരണമാണ് ഉണ്ടായത്. ട്യൂബർകുലോസിസും കോളറയും ടൈഫോയിഡ്. വൈറസ് കാരണം ആയിരിക്കാം മീസൽസും ചിക്കൻ പോക്സും പോളിയോയും ഹെപ്പറ്റൈറ്റിസും. മീസൽസ്, ചിക്കൻ പോക്സ്, പോളിയോ, ഹെപ്പറ്റൈറ്റിസ്. ഓക്കെ. അപ്പോൾ അതേസമയം മലേറിയ എന്ന് പറയുന്നത് പ്രോട്ടോസോവൻ കാരണമാണ് ഉണ്ടാവുന്നത്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾ കഥ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് കാണാതെ പഠിക്കാൻ എളുപ്പമുണ്ടാവും. ട്യൂബർകുലോസിസും കോളറയും ടൈഫോയിഡ്. ഓക്കെ. അപ്പൊ എന്താ, ട്യൂബ് കോളറിൽ ഇട്ടപ്പോഴത്തേക്കും ടൈറ്റ് ആയി. ട്യൂബ് കോളറിൽ ഇട്ടപ്പോ ടൈറ്റ് ആയി. അപ്പൊ ട്യൂബർകുലോസിസ്, കോളറ, ടൈഫോയിഡ്, ഇത് 3 ആരുണ്ടാകണേ? ബാക്ടീരിയ. അപ്പൊ ബാക്ടീരിയ ട്യൂബ് കോളറിൽ ഇട്ടപ്പോ ടൈറ്റ് ആയി. ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും ബാക്ടീരിയ എന്ന് ഒറ്റയടിക്ക് കിട്ടി. അതേസമയം ഇത് നോക്കിയ മീസിൽസ്, ചിക്കൻ പോക്സ്, പോളിയോ, ഹെപ്പറ്റൈറ്റിസ്. അപ്പൊ ഹെപ്പ മീൽസ്, അതെ, ഹെപ്പ മീൽസിന് കഴിച്ച ചിക്കൻ പൊളിയാണ്. ഹെപ്പ മീൽസിന് കഴിച്ച ചിക്കൻ പൊളിയാണ്. അപ്പൊ കണ്ട, ഇത് നമ്മൾ ഈ പറയണ പോലെ കഥ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതെല്ലാം വൈറസ് ആണ്. ഹെപ്പ മീൽസിന് കഴിച്ച ചിക്കനില് വൈറസ് ഉണ്ടായിരുന്നു എന്നും കൂടി ആലോചിച്ച് വെച്ചാൽ മതി. പൊളിയാണ് എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ 4 സാധനങ്ങളും കിട്ടി. അതെല്ലാം വൈറസ് കാരണമാണ് ഉണ്ടാവണത് എന്നുള്ളത് കിട്ടി. ഇതേപോലെ എയറിന്റെ കാര്യങ്ങൾ നോക്കിയാൽ മതി. അപ്പൊ എയറിന് 4 മോളില് ഏതൊക്കെയാ ഉള്ളത്? TB, മീസിൽസ്, ചിക്കൻ പോക്സ്, പോളിയോ, ഇതെല്ലാം എയർ കാരണമാണ് ട്രാൻസ്മിറ്റ് ആവുന്നത്. പക്ഷെ ചിക്കൻ പോക്സ് കോണ്ടാക്ട് വഴിയാവും, പോളിയോ എന്ന് പറയുന്നത് വെള്ളം വഴിയും കൂടിയാവും. കോളറ എന്ന് പറയുന്നത് വെള്ളവും ഫുഡും വഴി ട്രാൻസ്മിറ്റ് ആവും. ടൈഫോയിഡ് വെള്ളം വഴിയായിരിക്കും. അപ്പൊ വെള്ളം വഴി 4 ഉണ്ട്. പോളിയോ ട്രാൻസ്മിറ്റ് ആവും, കോളറ, ടൈഫോയിഡ്, ഹെപ്പറ്റൈറ്റിസ്, ഇത്രയും സാധനങ്ങൾ. മലേറിയ നമുക്കറിയാം മോസ്കിറ്റോ കാരണമാണ്. അപ്പൊ നമ്മൾ ഇത്രയും നേരം ഹ്യൂമൻ ബീങ്സിന്റെ ആണ് പറഞ്ഞത്. ഹ്യൂമൻ ബീങ്സിന്റെ അല്ലാണ്ട് തന്നെ ഉണ്ടല്ലോ അനിമൽസിനും ഈ പറയുന്ന പോലെ അസുഖങ്ങള് നമ്മുടെ മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാക്കും. അപ്പൊ അനിമൽസിന് ആരൊക്കെയാ ഉണ്ടാക്കണം? അനിമൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ നമുക്ക് പഠിക്കാനുള്ളൂ. ആൻത്രാക്സ് എന്ന് പറയുന്ന ഒരു ഡിസീസ്. ആൻത്രാക്സ് ആർക്കാ ഉണ്ടാവണമെന്ന് അറിയോ? കന്നുകാലികൾക്കാണ് ഉണ്ടാക്കുന്നത്. അതൊരു ബാക്ടീരിയ ആണ് കോസ് ചെയ്യുന്നത്. ആൻത്രാക്സ് എന്ന് പറയുന്നത് ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഡിസീസാണ്. അത് കന്നുകാലികൾ, അതായത് കാറ്റിൽസിനും വരും, അതേപോലെ ഹ്യൂമൻ ബീങ്സിനും ഡേഞ്ചറസ് ആയിട്ടുള്ള ഡിസീസാണ്. അതുപോലെ തന്നെ ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം വൈറസ് കാരണം ഉണ്ടാവുന്ന ഡിസീസ് ഉണ്ട്. അതും കാറ്റിൽസിന് ഉള്ളതാണ്. ഹ്യൂമൻ ബീങ്സിന് വരും കേട്ടോ. ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ് എന്ന് പറഞ്ഞിട്ട് കുഞ്ഞു പിള്ളേർക്കൊക്കെ വരുന്ന ഒരു അസുഖമാണ്. ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ് വൈറസ് കാരണവും ആൻത്രാക്സ് ബാക്ടീരിയ കാരണവും വരുന്നതാണ്. ആൻത്രാക്സ് ബാക്ടീരിയ കാരണവും ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ് വൈറസ് കാരണവും വരുന്ന. ഇനി നോക്കിക്കഴിഞ്ഞാലോ, പ്ലാന്റ്സിന് മൈക്രോ ഓർഗാനിസംസ് കാരണം എന്തൊക്കെ ഡിസീസസ് വരും? പ്ലാന്റ്സിന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ വീറ്റിനാണെങ്കിലും റൈസ്, പൊട്ടറ്റോ, ഷുഗർ കെയിൻ, ആപ്പിള്, ഓറഞ്ച്, എല്ലാവർക്കും ഇത് കാരണം ഡിസീസ് വരും. അപ്പൊ എന്താണെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അവരുടെ ക്രോപ്പിന്റെ ഈൽഡ്, അതായത് വിളവുണ്ടല്ലോ, അതിൽ 100 ഓറഞ്ച് ഉണ്ടാവേണ്ട സ്ഥലത്ത് 10 ഓറഞ്ച് ഉണ്ടാവുള്ളൂ. അതിന്റെ ഈൽഡ് ഭയങ്കരമായിട്ട് അങ്ങ് കുറയും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എന്ത് അസുഖം വന്നാലും ഡിസീസസ് റെഡ്യൂസ് ദ ഈൽഡ് ഓഫ് ദ ക്രോപ്സ്. അപ്പൊ ഈ അതിൽ ഏതൊക്കെ കുറേയൊക്കെ ഡിസീസ് നമുക്ക് അത്യാവശ്യം കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇൻസെക്ടിസൈഡ്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, പെസ്റ്റിസൈഡ്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം കുറഞ്ഞ് കിട്ടും എന്ന് പറയാണ് കുറേയൊക്കെ അസുഖങ്ങൾ. അപ്പൊ ഇതില് തന്നെ പ്ലാന്റ് ഡിസീസസ് ഏതൊക്കെയാ? സിട്രസ് കാങ്കർ എന്ന് പറഞ്ഞിട്ട് ഒരു അസുഖമുണ്ട്. സിട്രസ് കാങ്കർ എന്ന് പറയുന്നത് ബാക്ടീരിയ കാരണം ഉണ്ടാവുന്നതാണ്. അത് എയർ വഴിയാണ് ട്രാൻസ്മിറ്റ് ആവുന്നത്. അതേസമയം വീറ്റ് ചെടികളിലും, അതായത് ഗോതമ്പ് ചെടികളിൽ റസ്റ്റ് ഓഫ് വീറ്റ് എന്ന് പറയുന്നത് ഫംഗസ് കാരണം ഉണ്ടാവുന്നത്. അതും എയർ കാരണവും അതേപോലെ സീഡിൽ കൂടി തന്നെയും സ്പ്രെഡ് ആവും എന്ന് പറയാം. അതേപോലെ തന്നെ യെല്ലോ വെയിൻ അല്ലെങ്കിൽ മൊസൈക്ക് ഡിസീസ് ഓഫ് ഓക്ര, ബിന്ദി എന്ന് പറഞ്ഞാൽ വെണ്ടയ്ക്ക, നമ്മുടെ വെണ്ടയ്ക്ക. അപ്പൊ ബിന്ദി അല്ലെങ്കിൽ ഓക്രയുടെ യെല്ലോ വെയിൻ മൊസൈക്ക് ഡിസീസ് എന്നും പറയുക. യെല്ലോ വെയിൻ മൊസൈക്ക് ഓഫ് ബിന്ദി വൈറസ് കാരണം ഉണ്ടാകും. അപ്പൊ ബാക്ടീരിയ സിട്രസ് കാങ്കർ, ഫംഗൈ എന്ന് പറയുന്ന റസ്റ്റ് ഓഫ് വീറ്റ്, വൈറസ് എന്ന് പറയുന്നത് യെല്ലോ വെയിൻ മൊസൈക്ക് ഡിസീസ് ഓഫ് ബിന്ദി, അത് ഇൻസെക്ട് കാരണം സ്പ്രെഡ് ആവുന്നത്. അപ്പൊ ഇത്രയാണ് പ്ലാന്റ് ഡിസീസസ് ഉള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞു പല ഡിസീസസും നമ്മുടെ മൈക്രോ ഓർഗാനിസംസ് കോസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇതിന്റെ തുടക്കത്തിൽ വൈറസ് കാരണം സ്പ്രെഡ് ആയത് ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ച കോൾഡ് ഉണ്ട്, ഇൻഫ്ലുവൻസ ഉണ്ട്, പല കോഫും ഉണ്ട്, പോളിയോ എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റും പഠിച്ചു. ചിക്കൻ പോക്സും വൈറസ് കാരണമാണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഓക്കെ. അപ്പൊ കുറേ ഡിസീസസ് നമ്മൾ ഇതിന്റെ പഠിച്ചു. ആനിമൽസിലുള്ള 2 ഡിസീസ് പഠിച്ചു, പ്ലാന്റ്സിലുള്ള 3 ഡിസീസ് നമ്മൾ പഠിച്ചു.
അപ്പൊ ഡിസീസ് മൈക്രോബ്സ് കോസ് ചെയ്യുന്ന. ഇനി ഒരു സാധനം കൂടി ഉണ്ടല്ലോ, ഫുഡിനെ ചീത്തയാക്കും എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഫുഡിന്റെ നോക്കാം. ഫുഡ് എങ്ങനെയാന്ന് വെച്ചാൽ ഫുഡില് മൈക്രോ ഓർഗാനിസംസ് ഫുഡിൽ കയറി എന്ന് വിചാരിച്ചോളൂ. സോ ഫുഡിൽ കയറുമ്പോൾ മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ ഫുഡ് സബ്സ്റ്റൻസസിൽ മൈക്രോ ഓർഗാനിസംസ് ക്യാൻ ഗ്രോ ഓൺ ദ ഫുഡ് സബ്സ്റ്റൻസസ്. അങ്ങനെ മൈക്രോ ഓർഗാനിസംസ്, ചില മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ ഫുഡിൽ വളരുമ്പോഴത്തേക്കും അവർ ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് പ്രൊഡ്യൂസ് ചെയ്യും, ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ഉണ്ടാക്കും. അങ്ങനെ ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടോക്സിക് സബ്സ്റ്റൻസസ് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പോയിസണിങ് കൊണ്ടുവരും. അതിനെയാണ് നമ്മൾ ഫുഡ് പോയിസണിങ് എന്ന് പറയുന്നത്. അത് നമ്മളെ ഭയങ്കരമായിട്ട് വയറ് വേദനയായിരിക്കും, ഭയങ്കര ലൂസ് മോഷൻ ആയിരിക്കും, വോമിറ്റിംഗ് ആയിരിക്കും, ഭയങ്കരമായിട്ട് എന്താ പറയാ ഡീഹൈഡ്രേഷൻ വരും, ചിലപ്പോൾ ഡെത്ത് വരെ സംഭവിക്കാം. അത്രയും വേഴ്സ് വരെ ആവാന്ന് പറയാം ഫുഡ് പോയിസണിങ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഫുഡ്, പ്രോപ്പർ ഫുഡ് കഴിക്കുക, സ്പോയിൽഡ് ആയിട്ടുള്ള ചീത്തയായ ഭക്ഷണം കഴിക്കാതിരിക്കാതെ അല്ലെ. സോ മൈക്രോ ഓർഗാനിസംസ് ക്യാൻ ഗ്രോ ഓൺ എ ഫുഡ്. സംടൈംസ് വെൻ ദേ ഗ്രോ ഓൺ ദ ഫുഡ് വാട്ട് ഹാപ്പൻസ്, ദേ ക്യാൻ പ്രൊഡ്യൂസ് ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ഉണ്ടാക്കാം. സോ ഇങ്ങനത്തെ ടോക്സിക് സബ്സ്റ്റൻസസ് ഫുഡിനെ പോയിസണസ് ആക്കും. അങ്ങനെയുള്ള ഫുഡിനെയാണ് അത് കഴിക്കുമ്പോൾ നമുക്ക് ഇൽനെസ് ഉണ്ടാവും, നമുക്ക് ഭയങ്കര അസുഖങ്ങൾ ഉണ്ടാവും, ആൻഡ് ഇറ്റ് ക്യാൻ ഈവൻ കോസ് ഡെത്ത് എന്ന് പറയാം. സോ ഈ ഒരു കണ്ടീഷനെയാണ് ഫുഡ് പോയിസണിങ് എന്ന് പറയുന്നത്. സോ ഫുഡ് പോയിസണിങ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് വരുന്ന അസുഖം, നമുക്ക് വരുന്ന ഇൽനെസ് ബിക്കോസ് ഓഫ് കൺസംഷൻ ഓഫ് സ്പോയിൽഡ് ഫുഡ്. ഫുഡ് പോയിസണിങ് ക്യാൻ ഹാപ്പൻ ബിക്കോസ് ഓഫ് ദ കൺസംഷൻ ഓഫ് സ്പോയിൽഡ്, ചീത്തയായ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ഫുഡ് പോയിസണിങ് എന്ന് പറയുന്ന കണ്ടീഷൻ വരാം. സോ അതെന്ന് പറയുന്നത് സീരിയസ് ഇൽനെസ് ആവാം, ആൻഡ് ഇറ്റ് ക്യാൻ ഈവൻ ലീഡ് ടു ഡെത്ത് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഫുഡ് ചീത്തയാവാതെ സൂക്ഷിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവം ആണ്. സോ ഈ ഫുഡ് പ്രിസർവേഷൻ എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. ഇപ്പൊ ഫുഡ് പ്രിസർവേഷൻ എന്ന് പറയുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ല അല്ലെ. നമ്മളിപ്പോ ബ്രെഡ് തന്നെ തുറന്നു വെച്ചിട്ട് 2 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും അതിൽ ഫുൾ ഫംഗസ് ആയിരിക്കും. അപ്പൊ മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ഇപ്പൊ ഏത് ഭക്ഷണമാണെന്നുണ്ടെങ്കിലും ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോഴത്തേക്കും അതിൽ നിന്നും ബാഡ് സ്മെല്ല് അല്ലെങ്കിൽ ബാഡ് ടേസ്റ്റ് ഒക്കെ വരും, അതിന്റെ കളറൊക്കെ ചേഞ്ച് ആവാൻ തുടങ്ങും. അതെങ്ങനെ ഇതിന്റെ കളർ മാറുന്നത്, ടേസ്റ്റ് മാറുന്നത്, അതിന്റെ കളറൊക്കെ, അതിന്റെ സ്മെല്ല് മാറുന്നത്, കാരണം അതില് മൈക്രോ ഓർഗാനിസംസ് അറ്റാക്ക് ചെയ്തിട്ട് ആ മൈക്രോ ഓർഗാനിസം ടോക്സിക് സബ്സ്റ്റൻസസ് ഉണ്ടാക്കും. മൈക്രോ ഓർഗാനിസംസ് ഭയങ്കരമായിട്ട് കെമിക്കലി ഉൾപ്പെടെ ആ ഫുഡിനെ മാറ്റും. സോ ഇറ്റ് ക്യാൻ ബ്രിങ് ഇൻ ഫുഡ് പോയിസണിങ് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഈ പറയുന്നത് പോലെ ഫുഡിനെ എങ്ങനെ പ്രിസർവ് ചെയ്ത് വെക്കണം എന്നുള്ളതാണ് അടുത്ത ടോപ്പിക് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഫുഡ് പ്രിസർവേഷനും അതേപോലെ തന്നെ നൈട്രജൻ ഫിക്സേഷൻ, ഈ 2 ടോപ്പിക് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. സോ ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ബാക്കിയുള്ള ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക. അതേപോലെ ചേച്ചിമാരുടെ 9th, 10th, 11th, 12th വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അതും മാക്സിമം ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കുക. അതേപോലെ നിങ്ങൾക്ക് എങ്ങനെ ഇത് ചാപ്റ്റർ നന്നായിട്ട് മനസ്സിലായോ ഇല്ലയോ എന്നുള്ളത് കമന്റ് സെക്ഷനിൽ എഴുതുക. ഓക്കെ, മാക്സിമം ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.